ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ യാൺ ടു മാസ്റ്റർ പീസ്. ഇനി ഞാൻ നമ്മുടെ മാസ്റ്റർ പീസായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു റോസ് ഫ്ലവർ ബ്ലാങ്കറ്റാണ്. നമുക്കിത് ബ്ലാങ്കറ്റായിട്ട് യൂസ് ചെയ്യാം, ടേബിൾ മാറ്റായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിൻ്റെ ചെറിയ പാറ്റേൺ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്, ടീ കോസ്റ്ററായിട്ട് യൂസ് ചെയ്യാൻ. അപ്പോൾ എല്ലാത്തിനും ഈ ഒരു സെയിം പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഞാനിത് ചെയ്തിരിക്കുന്നത് 6 പ്ലൈ കോട്ടൺ യാണാണ്, ഗംഗ ഡിലൈറ്റ് കോട്ടൺ യാൺ. അറൗണ്ട് 200 grams ഓഫ് യാൺ ഞാൻ ഇതിന് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സോ നമുക്കിവിടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് പതുക്കെ വലിച്ചെടുക്കുക. ചെയിൻ 2 ഇതിൻ്റെ ഉള്ളിലോട്ട് 12 ഡബിൾ ക്രോഷ്യേസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ഡബിൾ ക്രോഷ്യ 3, 4, 5, 6, 7, 8, 9, 10, 11 and last one 12. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഹോള് ക്ലോസ് ചെയ്യാം. ഈ യാൺ പതുക്കെ വലിക്കാം. അപ്പോൾ ഈ ഒരു ഹോള് ടൈറ്റനായിട്ട് ക്ലോസ് ആയി വരും. ഇനി നമ്മൾ നേരത്തെ ചെയ്ത 2 ചെയിൻ ഉണ്ടല്ലോ, അതിൽ സെക്കൻഡ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. നമ്മുടെ റൗണ്ട് 1 ഫിനിഷായി. നെക്സ്റ്റ് റൗണ്ട് 2 ചെയിൻ 2. ഇനി ഓരോ സ്റ്റിച്ചസിലും നമുക്ക് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം. അതായത് ഓരോ സ്റ്റിച്ചസിലും 2 ഡബിൾ ക്രോഷ്യ വീതം. ഡബിൾ ക്രോഷ്യ 1 സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഒരു ചെയിൻ 1 ചെയ്യുക. ഇനി നെക്സ്റ്റ് സ്റ്റിച്ചിൽ അഗെയിൻ ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ 1, ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1. next one again double crochet 1, double crochet 2, chain 1. next one again increase. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. ഓരോ സ്റ്റിച്ചസിലും 2 ഡബിൾ ക്രോഷ്യ വീതം. അത് കഴിഞ്ഞൊരു ചെയിൻ 1 മറക്കരുത് കേട്ടോ. ഈ റൗണ്ടിൽ ടോട്ടൽ 24 ഡബിൾ ക്രോഷ്യേസ് ഉണ്ടാവും. and last chain 1. നമ്മൾ ഈ 2 ചെയിൻസ് ചെയ്തില്ലേ, അതിൽ സെക്കൻഡ് ചെയിനിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാം. നെക്സ്റ്റ് റൗണ്ട് 3 അഗെയിൻ ചെയിൻ 2. ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് വൺ ഒരു ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഡബിൾ ക്രോഷ്യ 2. അത് കഴിഞ്ഞ് ഇവിടെ ഈ ഒരു ചെയിൻ 1 സ്പേസ് ആണ്, അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക, ചെയിൻ 1. ഈ നെക്സ്റ്റ് വൺ ചെയ്യാനായിട്ട് ഇവിടെ ഫസ്റ്റ് വണ്ണിൽ 1 ഡബിൾ ക്രോഷ്യ ആൻഡ് നെക്സ്റ്റ് വൺ ഇവിടെ ഇൻക്രീസ്, ഡബിൾ ക്രോഷ്യ 1 ആൻഡ് ഡബിൾ ക്രോഷ്യ 2, ചെയിൻ 1. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ 2 എണ്ണമായിരുന്നു, നെക്സ്റ്റ് റൗണ്ട് ആയപ്പോൾ 3 എണ്ണമായി, 1, 2 ആൻഡ് 3.
ഈ ഒരു പാറ്റേണിലാട്ടോ നമ്മളിത് ഫുൾ ചെയ്തെടുക്കാൻ പോകുന്നത്. 1 ഡബിൾ ക്രോഷ്യ, 1 ഇൻക്രീസ് ഡബിൾ ക്രോഷ്യ, chain 1. Next one again 1 double crochet, 1 increase double crochet, chain 1. ഈ ഒരു പാറ്റേൺ നമുക്ക് ഈ റൗണ്ട് ഫുൾ ഇവിടെ വരെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ലാസ്റ്റ് 1 ഇൻക്രീസ് ഡബിൾ ക്രോഷ്യ ചെയ്തു, ചെയിൻ 1. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ചെയിൻ 2 സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് റൗണ്ട് 4 ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 2. ഫസ്റ്റ് 1 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് 1 1 ഡബിൾ ക്രോഷ്യ, ആൻഡ് തേർഡ് 1, അതായത് ഇതിൻ്റെ ഒരു ലാസ്റ്റ് 1, ഇത് ഓൾവേസ് ഇൻക്രീസ് ആട്ടോ. ഈ ഒരു പാറ്റേണിൽ ഇതിൻ്റെ എൻഡ് വരെ ചെയ്തു പോവാം നമുക്ക്. അഗെയിൻ ചെയിൻ 1. നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, നെക്സ്റ്റ് 1 ഇൻക്രീസ് ഡബിൾ ക്രോഷ്യ, ചെയിൻ 1 ഒരിക്കലും ഫോർഗോട്ട് ചെയ്യരുത് കേട്ടോ. 1 ഡബിൾ ക്രോഷ്യ, 1 ഡബിൾ ക്രോഷ്യ ആൻഡ് 1 ഇൻക്രീസ് ഡബിൾ ക്രോഷ്യ ആൻഡ് ചെയിൻ 1. ഇങ്ങനെ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്തു. നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അഗെയിൻ ചെയിൻ 2. ഇനി നിങ്ങളൊരു ടീ കോസ്റ്റർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ബോർഡർ പാർട്ട് മാത്രം ചെയ്താൽ മതി. ഗ്രീൻ യാൺ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു മാറ്റാണ്. അറൗണ്ട് 20 to 24 ഇഞ്ചസ് ഡയാമീറ്റർ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിന് ഈ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുക. എൻഡ് വരെ ഇതുപോലെ തന്നെ. ഫസ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് 1 ഡബിൾ ക്രോഷ്യ, തേർഡ് 1 ഡബിൾ ക്രോഷ്യ ആൻഡ് ലാസ്റ്റ് 1 എല്ലായ്പ്പോഴും എല്ലാ റൗണ്ടിലും ഇൻക്രീസ്. അപ്പോൾ ഓരോ റൗണ്ട് കഴിയുമ്പോഴും ഓരോ സ്റ്റിച്ചസ് കൂടി വരും. ചെയിൻ 1. അഗെയിൻ നെക്സ്റ്റ് 1 ഡബിൾ ക്രോഷ്യ, സെക്കൻഡ് 1, തേർഡ് 1, അത് കഴിഞ്ഞ് 1 ഇൻക്രീസ്, അഗെയിൻ ചെയിൻ 1. ഈ ഒരു പാറ്റേണിൽ ഈ ഒരു റൗണ്ട് ഫിനിഷ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി. ഇനി അങ്ങോട്ട് നമ്മൾ ഈ ഒരു പാറ്റേൺ സെയിം ഫോളോ ചെയ്ത് പോവാം. ഓരോ റൗണ്ടിലും ഇൻക്രീസ് കൂടിട്ടോ. ഇപ്പോൾ 1 2 3 കഴിഞ്ഞ് ഇൻക്രീസ് ആയിരുന്നു ഈ ഒരു റൗണ്ടിൽ. ഇനി നെക്സ്റ്റ് 1 2 3 4 ഇൻക്രീസ് ആവും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ 1 2 3 4 5 ഇൻക്രീസ്. അങ്ങനെ നമുക്ക് എത്ര വലിപ്പം വേണോ അത്രയും വലിപ്പം ഈ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്ത് ഫിനിഷ് ചെയ്യാം. ഇനി ഈ ഒരു റൗണ്ടും കൂടി കാണിച്ചു തരാം. 1 2 3 4. ലാസ്റ്റ് റൗണ്ട് 3 ചെയ്തു, ഈ റൗണ്ട് ആയപ്പോൾ 4, ദെൻ 1 ഇൻക്രീസ്. ചെയിൻ 1 എപ്പോഴും ഇടണം, എന്നിട്ട് വേണം നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാൻ. അത് മറക്കരുത് കേട്ടോ. ചെയിൻ 1 ചെയ്താലേ കറക്റ്റ് ഈ ഒരു പാറ്റേൺ വരുള്ളൂ, അല്ലെങ്കിൽ ഇത് വളഞ്ഞു പോകും. എൻ്റെ ആവുമ്പോഴേക്കും ആ ഒരു മാറ്റിൻ്റെ ഷേപ്പ് കിട്ടാണ്ട് ഒരു ചെറിയ ബാസ്ക്കറ്റൊക്കെ പോലെ മുകളിലോട്ട് വളഞ്ഞു പോകും. ലാസ്റ്റ് 1 അഗെയിൻ ഇൻക്രീസ്. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട് യാൺ ടു മാസ്റ്റർ പീസ്, അതിൽ മെസ്സേജ് അയച്ചാലും മതി കേട്ടോ. അപ്പം ഞാൻ ഇതിൻ്റെ ഫുൾ റൗണ്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഞാനൊരു 22 to 24 ഇഞ്ചസ് വരെ ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ നോക്കിയാൽ വളരെ ചെറിയൊരു ലെങ്ത്താണ് വന്നിട്ടുള്ളൂ. ഇപ്പോൾ ഡയാമീറ്റർ വന്നിട്ട് 5 ആയിട്ടുള്ളൂ. ഒരു 24 എങ്കിലും വേണം. ആ ഒരു ലെങ്ത്തിൽ ഞാൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് ഫുൾ ലെങ്ത്ത് എൻ്റെ ക്രീം പാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാനിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് 22 ഇഞ്ചസ് ഫുൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടോ ഈ ഒരു ക്രീം പാർട്ട്. നെക്സ്റ്റ് നമുക്ക്, എനിക്ക് തോന്നുന്നു ഇത് ക്യാമറയിൽ ഫുള്ള് കിട്ടുന്നില്ല. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഗ്രീൻ പാർട്ടാണ്. നമുക്ക് ഗ്രീൻ കളർ ഞാനെടുക്കാം. ഫസ്റ്റ് റൗണ്ട് നമ്മളിപ്പോൾ ചെയ്ത സെയിം തന്നെ, വേറെ വ്യത്യാസമൊന്നുമില്ല. ഗ്രീൻ ഞാൻ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
അതിനുശേഷം നമ്മൾ നേരത്തെ ചെയ്ത് സെയിം തന്നെ കേട്ടോ, 1 റൗണ്ട് ചെയിൻ 2 ഡബിൾ ക്രോഷീസ് അങ്ങ് ചെയ്ത് പോവാം. സോറി, ഇതുപോലെ ഫുൾ ഇവിടെ ചെയ്തു പോവാം. ഞാനിപ്പോൾ ഇവിടെ വരെ ചെയ്തെടുത്തു, ഇവിടെ തൊട്ട് ഇവിടെ വരെ. ഇനി നമ്മളിവിടെ ഇൻക്രീസ് ചെയ്യാറ് അത് വേണ്ട, ജസ്റ്റ് 1 ഡബിൾ ക്രോഷി ചെയ്യുക. ഇനി ഈ ഒരു ഹോൾ സ്പേസിലും 1 ഡബിൾ ക്രോഷി, ചെയിൻ 1 പകരം ഇനി ഫുൾ ഇതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അതായത് ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷി. കണ്ടോ, ഇതുപോലെ നമുക്ക് ഫുൾ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിൻ്റെ എൻഡിലെത്തി സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്തു. ഫുൾ ഈ ഒരു ഗ്രീൻ കളർ യാൺ വെച്ചിട്ട് ഓരോ സ്റ്റിച്ചസിലും ഓരോ ഡബിൾ ക്രോഷി അങ്ങ് ചെയ്തെടുത്തു. ഈ നെക്സ്റ്റ് റൗണ്ട് ചെയ്യാനായിട്ട് ചെയിൻ 1, സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷി. നെക്സ്റ്റ് ചെയിൻ 4, ചെയിൻ 1 2 3 4. നെക്സ്റ്റ് 2 സ്റ്റിച്ചസ് സ്കിപ്പ് ചെയ്യുക ആൻഡ് ഇൻ ടു ദ തേർഡ് 1 സിംഗിൾ ക്രോഷി. Again chain 4, skip 2 stitches, single crochet. Again chain 4, skip 2 single crochet. ഇനി ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം. 1 single crochet, skip 2 stitches, then chain 4. ഞാനിപ്പോൾ ഈ ഒരു റൗണ്ടിൻ്റെ എൻഡിലെത്തി ചെയിൻ 4 ചെയ്തു. നമ്മളിവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. ആ സ്റ്റാർട്ട് ചെയ്തെടുത്ത് ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്യാം. നെക്സ്റ്റ് ഇതിൻ്റെ ലാസ്റ്റ് റൗണ്ടാണ്. നമ്മൾ ഈ ഒരു ചെയ്ത് ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അതിലോട്ട് 1 സിംഗിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, ചെയിൻ 3. ഇനി ചെയിൻ 1 ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അഗെയിൻ 1 ഡബിൾ ക്രോഷേ and 1 single crochet. Next ഈ ഒരു സ്പേസിൽ again 1 single crochet, 1 double crochet, chain 3, slip stitch, same സ്പേസിൽ തന്നെ double crochet, 1 single crochet. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ റൗണ്ട് ഫുൾ ചെയ്യാം. ഇത് കണ്ട ഒരു ടൈനി ലീഫിൻ്റെ ഒരു ഷേപ്പിൽ വരുന്നുണ്ട്. അതിനാണ് നമ്മൾ ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നത്. ഇങ്ങനെ ഫുൾ ചെയ്യണം. 1 സിംഗിൾ ക്രോഷേ, 1 ഡബിൾ ക്രോഷേ, ചെയിൻ 3, ചെയിൻ 1 ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അഗെയിൻ 1 ഡബിൾ ക്രോഷേ ആൻഡ് 1 സിംഗിൾ ക്രോഷേ. ഈ ഒരു പാറ്റേണിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഫുൾ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ഫുൾ ഇതുപോലെ ചെയ്തെടുത്തു കേട്ടോ. ലീഫിൻ്റെ പാർട്ടും കഴിഞ്ഞു. ലാസ്റ്റ് എൻഡ് ആയപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ജസ്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് ഫിനിഷ് ചെയ്തു. യാൺ ഉള്ളിലോട്ട് സേഫായിട്ട് കടത്തി വെച്ചു. അതെവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല. ഫുള്ള് അതുപോലെ ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങൾക്ക് അതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ പേജിൻ്റെ യാൺ ടു മാസ്റ്റർ പീസ്, അതിൽ മെസ്സേജ് അയച്ചാലും മതി. നെക്സ്റ്റ് നമുക്ക് ഇതിൽ വെക്കാനുള്ള റോസ് ഫ്ലവേഴ്സ് മേക്ക് ചെയ്തെടുക്കണം. അത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരു സ്ലിപ്പ് നോട്ട് ഇടാം. ചെയിൻ 12, ചെയിൻ 1 2 3 4 5 6 7 8 9 10 11 12. ഇനി ഇവിടെ നിന്ന് തേർഡ് ചെയിനിലോട്ട് 2 ഡബിൾ ക്രോഷി, 1 സെയിം സ്പേസിൽ തന്നെ 1 മോർ ഡബിൾ ക്രോഷി. നെക്സ്റ്റ് 1 3 ഡബിൾ ക്രോഷി, 1 സെയിം സ്പേസിൽ ഡബിൾ ക്രോഷി 2 ആൻഡ് സെയിം സ്പേസ് ഡബിൾ ക്രോഷി 3.
ഫസ്റ്റ് വണ്ണിൽ നമ്മൾ 2 ഡബിൾ ക്രോഷ്യ ചെയ്തുള്ളൂ, കാരണം ഇവിടെ ഒരു ചെയിൻ 2 ഉണ്ടല്ലോ, അത് നമ്മൾ 1 ഡബിൾ ക്രോഷ്യ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി ബാക്കിയുള്ള ഓരോ ചെയിൻസിലും ഇതുപോലെ 3 ഡബിൾ ക്രോഷ്യേസ് വീതം ചെയ്തു പോവാം. ആൻഡ് 3. നെക്സ്റ്റ് വണ്ണിൽ 1 2 ആൻഡ് 3. ഇതുപോലെ നമുക്ക് ഇനി എൻഡ് വരെ ഓരോ ചെയിൻസിലും 3 ഡബിൾ ക്രോഷ്യേസ് വീതം ഞാൻ ഈ എൻഡ് വരെ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇതൊരു റോസ് ഫ്ലവർ പോലെ ചുരുണ്ട് ചുരുണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ യാൺ ഇച്ചിരി ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യാം കേട്ടോ. നമുക്കൊന്ന് പുറത്തോട്ട് എടുത്ത് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ ഇങ്ങനത്തെ ഈ ഒരു സ്യൂയിങ് നീഡിൽസ് ഉണ്ടല്ലോ, അതിൽ കൂടെ കടത്തി ഇപ്പം നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇതുപോലെ ഫുൾ റൗണ്ട് ചെയ്യാനുള്ള ഫ്ലവേഴ്സ് നമുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഫുൾ ഫ്ലവേഴ്സ് ഇതുപോലെ ചെയ്ത് ഞാൻ ഗമ്മ് വെച്ചിട്ടാട്ടോ അറ്റാച്ച് ചെയ്ത് കൊടുത്തത്. കാരണം നമ്മളിതിൻ്റെ ബാക്കിൽ ടൈ ചെയ്യാൻ നോക്കുമ്പോൾ അതൊരു ഭംഗിയില്ലാത്ത പോലെ നിൽക്കുന്നു. ഇവിടെ പുറത്തേക്ക് റെഡ് കളർ കാണുന്നു. അപ്പം ഞാനത് ഗം വെച്ചിട്ട് കംപ്ലീറ്റ് സ്റ്റിക്ക് ചെയ്തു. ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിരിക്കുന്നത്. ഫുൾ റോസ് ഫ്ലവേഴ്സ് വെച്ച് കൊടുത്തു. See you in next video. Bye bye.